ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. അയ്യപ്പ സംഗമം നടത്താമെന്ന് കോടതി വ്യക്തമാക്കുകയാണ്. 3 ഹർജികളാണ് കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ സുപ്രീം കോടതിയിലെത്തിയ ഹർജികൾ ഇന്ന് പരിഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ കൃത്യമായി ഹൈക്കോടതി നിയന്ത്രണങ്ങൾ പാലിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, പമ്പയിലടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ വേണം, സാധാരണ അയ്യപ്പ ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലായിരിക്കരുത് ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താം എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ബാലഗോപാൽ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് കോടതി പറഞ്ഞത്? ദിവിഷ, ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ 3 ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്, ഇതിൽ കേരള ഹൈക്കോടതി നേരത്തെ വിശദമായ വാദം കേൾക്കൽ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ, അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ കേരള ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണെന്നും അതിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നുമാണ് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒറ്റ ദിവസത്തേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ എന്തിനിത്ര വിവാദം ഉണ്ടാക്കുന്നുവെന്നാണ് കോടതി ചോദിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് കോടതി ആരായുകയും ചെയ്തിരിക്കുന്നത്. കോടതി വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ പമ്പ നദീതീരത്ത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ഈ ചട്ടങ്ങൾ, അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നായിരുന്നു ഈ ഹർജിക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എല്ലാ നിബന്ധനകളും ഈ സർക്കാരിന്റെ ഭാഗത്ത് ഈ ദേവസ്വം ബോർഡും സർക്കാരും നടത്തുന്നുണ്ട് എന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള ഈ പരിസ്ഥിതി നിയമ ലംഘനങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജിക്കാർ മറ്റു ചില ആരോപണങ്ങൾ കൂടി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ദേവസ്വം ബോർഡിന്റെ ഫുൾ ബോർഡ് മീറ്റിംഗ് എടുത്ത് തീരുമാനിച്ച ഒരു കാര്യമല്ല, മറിച്ചൊരു അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്ന തീരുമാനമാണ്. ഇതിൽ രാഷ്ട്രീയമാണ്, അതുകൊണ്ടൊക്കെയാണ് തങ്ങൾ എതിർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വാദങ്ങളൊന്നും തന്നെ അംഗീകരിക്കുവാൻ ജസ്റ്റിസ് PS നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തയ്യാറായില്ല. തുടർന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനുമായുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. സംഗമം നടത്തുന്നതിനെതിരെ സമർപ്പിച്ച 3 ഹർജികൾ അതിൽ ഇടപെടുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. 3 ഹർജികളും സുപ്രീം കോടതി തള്ളുകയാണ്. ഒരു ദിവസത്തെ സംഗമം എന്തിനാണ് ഇത്ര വിവാദമാക്കുന്നത് എന്നൊരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം സുപ്രീം കോടതി വ്യക്തമാക്കുന്ന ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ അവ കൃത്യമായി പാലിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നാണ്. ബാലഗോപാൽ, തുടരും. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് 3 ഹർജികളാണ് സുപ്രീം കോടതിയിൽ ഇന്ന് പരിഗണനയ്ക്കായി വന്നിരുന്നത്. ഈ 3 ഹർജികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ശക്തമായി തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെ കോടതിയിൽ എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞിരുന്നത്. ഒന്ന്, പരിസ്ഥിതി ലോല മേഖലയായ ഈ പമ്പ തീരത്ത് ഈ സംഗമം നടക്കുന്നു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അത് പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന കാര്യമാണ്. 2019 സമാനമായ തരത്തിലൊരു യോഗം അവിടെ നടക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ, ഇതുപോലൊരു ചടങ്ങ് അവിടെ നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ തന്നെ അതിനെ ശക്തമായി എതിർത്തിരുന്നു എന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമതായി ഇവർ പറഞ്ഞിരുന്നത്, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു പരിപാടിയല്ല, കാരണം ബോർഡിന്റെ ഒരു യോഗത്തിൽ, ബോർഡിന്റെ ഫുൾ ബോർഡ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു അവലോകന യോഗത്തിൽ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിൽ ഇത് സംസ്ഥാന സർക്കാരാണ് നടത്തുന്നതെന്നായിരുന്നു ഇവർ ചൂണ്ടിക്കാണിച്ചത്. മൂന്നാമതായി ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഭക്തരെ അവിടെ തടയുന്നു, ഭക്തർക്ക് അങ്ങോട്ടുള്ള പ്രവേശനം നിഷേധിക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്, ഇത് ഒരു ദിവസത്തെ സംഗമമാണ്, ഇതിന് ഇത്രയധികം ഈ എതിർപ്പ് നടത്തേണ്ട ഒരു കാര്യമെന്നാണ് കോടതി ചോദിച്ചത്. അതിനു പുറമെ നിയമപരമായി ഇതിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ദേവസ്വം ബോർഡിന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി കഴിയുമോ ഇല്ലയോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിക്ക് പരിശോധിക്കാവുന്നതാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നും, എന്നാൽ ഹൈക്കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ ശക്തമായി പാലിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്.